ഹലോ ഹായ് അസ്സലാമു അലൈക്കും മക്കളെ, നമുക്കിന്നൊരു അടിപൊളി ചില്ലി ഉള്ളിവട ഉണ്ടാക്കിയാലോ? അടിപൊളിയായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ തിന്നായിട്ട് ഉള്ളി വെട്ടിയിട്ട് ഒന്ന് വെക്കണം. എന്നിട്ട് നമുക്ക് അതിലേക്ക് അനുസരിച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് കുടഞ്ഞു കൊടുക്കാം കേട്ടോ. നല്ല പീഞ്ഞെടുക്കരുത്, നല്ല ഒന്ന് കുടഞ്ഞെടുക്കാം കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഈ നല്ല ക്രിസ്പിയോട് കൂടിയുള്ള ഉള്ളിവട കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് അവിടെ കുടഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 2-3-4 സ്പൂണ് കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇങ്ങനെ വെതറി കൊടുക്കുക. കാരണം ഇങ്ങനെ നല്ല മുറുക്കിയിട്ട് ഇങ്ങനെ കുടയരുത്, ഇങ്ങനെ കുടഞ്ഞിട്ട് കൊടുക്കുക. ഇതേപോലെ ഈ ഉള്ളി ഇങ്ങനെ ഇട്ട് ഇങ്ങനെ വെതറി കൊടുക്കുക. അപ്പോൾ എല്ലാം എടുത്തേക്കും ഈ കടലപ്പൊടി അതിലേക്ക് പിടിച്ചോളൂ കേട്ടോ. ഇതേപോലെ ഒന്ന് കുടഞ്ഞെടുക്കുക. ഉപ്പും കടലപ്പൊടിയും പാടെ കൂടിയിട്ട്, ഉപ്പ് ഫസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ല, അനുസരിച്ച് കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി. ഉള്ളിൽ പെട്ടെന്ന് ഉപ്പ് പിടിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ കുടഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് അവിടെ മാറ്റി വെക്കാം. അതൊരു 5 മിനിറ്റ് അവിടെ മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് പിന്നെ അതിലേക്ക് വേണ്ടത് എന്താ വെച്ചാൽ, ഒരു കഷ്ണം ഇഞ്ചി, ചെറുതായി അരിഞ്ഞ പച്ചമുളക്, ചെറുതായി അരിഞ്ഞ കറിവേപ്പില, പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കാശ്മീർ ചില്ലി, പിന്നെ നമുക്ക് ഈ പച്ച മല്ലി ഉണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ ചതച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. എൻ്റെ അടുത്ത് ചതച്ചത് ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അത് ഇട്ട് കൊടുത്താൽ പച്ചമല്ലി ഉണ്ടാവില്ല അത്. പിന്നെ ഒരു 1/4 സ്പൂൺ പെരിഞ്ജീരകം, പിന്നെ നമുക്ക് എരി ഉണ്ടാവില്ല, കാശ്മീർ ചില്ലി ഒരു കളറിന് വേണ്ടിയിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉള്ളിയോടെ കേട്ടോ. നല്ല നോമ്പറക്കുമ്പോൾ അതായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും ഒന്ന് നമ്മളത് മറ്റേത് കാട്ടിയ പോലെ പിന്നെ ഇതേപോലെ ഇങ്ങനെ മുറുക്കി നമ്മൾ ഇങ്ങനെ കുഴച്ചെടുക്കരുത് കേട്ടോ. അധികം സ്പീഡ് കൊടുത്തിട്ട് നമ്മളിങ്ങനെ കുഴച്ചെടുക്കരുത്. ഇതേപോലെ ഇങ്ങനെ വെതറി കൊടുക്കാനോ പിന്നെ ഉള്ളിവട പറ്റുള്ളൂ കേട്ടോ. കണ്ട ഉള്ളി ഇതേപോലെ അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉള്ളിയിലേക്ക് എല്ലാം എടുത്തേക്കും ഉള്ളി പൊടിച്ച് എരിയും പുളിയൊക്കെ നിന്ന് പൊടിച്ചോളൂ കേട്ടോ. അപ്പോൾ ഉള്ളീനെ നല്ല സ്പീഡാക്കിയിട്ട് നല്ല നമ്മൾ ശക്തി കൊടുത്തിട്ട് ഉള്ളി കുഴച്ചെടുക്കരുത്. അപ്പോഴാണ് ഉള്ളിവട കുഴഞ്ഞ് കിട്ടുക. അത് നല്ല ക്രിസ്പിയോട് കൂടിയുള്ള ഉള്ളിവട കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പം എനിക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മൈദപ്പൊടി കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങളടുത്ത് കോൺഫ്ലവറിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തോളൂ. എൻ്റെ അടുത്ത് ഇപ്പോൾ അതില്ല, അപ്പോൾ ഞാൻ മൈദപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ മൈദപ്പൊടി 2-4 സ്പൂൺ അത് ഇട്ട് കൊടുക്കുക. ഉള്ളി എത്ര എടുത്തിക്കണം അതിനനുസരിച്ചിട്ടുള്ളത് മൈദപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഞാൻ അതും നമ്മൾ ഇതേപോലെ ഒന്ന് കുടഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ മൈദപ്പൊടി ആ ഉള്ളിയിൽ അപ്പോൾ മൈദപ്പൊടി എല്ലോടും നിങ്ങൾക്ക് അനുസരിച്ചിട്ട് ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എല്ലോടും ആയ തിരക്കിൽ നമുക്ക് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ വെതറിട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ മേലേക്ക് പൊന്തിച്ചിട്ട് ഇങ്ങനെ ഉള്ളിനെ ഉള്ളി കുഴച്ചെടുക്കേണ്ട, അധികം ഇങ്ങനെ നമ്മൾ ശക്തി കൊടുത്തിട്ട് ഉള്ളിനെ ഇങ്ങനെ അമർത്തി പീഞ്ഞ് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഉള്ളി നല്ല സോഫ്റ്റായി കിട്ടിയാൽ പിന്നെ നമുക്ക് ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞ് വരാൻ പണിയാവും. ഇത് പെട്ടെന്ന് തന്നെ ചില്ലി ഉള്ളിവട ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അനുസരിച്ചിട്ട് ഉള്ളി എത്ര നിങ്ങൾ എടുത്തുക അതിനനുസരിച്ചിട്ടുള്ള കോൺഫ്ലവറോ മൈദപ്പൊടിയോ ഏതായാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കാം കേട്ടോ. ഈ പൊരിച്ചെടുക്കാൻ നമുക്ക് അതിനനുസരിച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നല്ല ചൂടായി വന്നാൽ നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ കട്ട കുത്തിയിട്ട് ഇടാണ്ട് ഇങ്ങനെ കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ചില്ലി നമ്മൾ പൊക്കവടയൊക്കെ ഉണ്ടാവില്ലേ, അതേപോലെ ഇങ്ങനെ കട്ട കുത്തിയിടാണ്ട് ഇങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ വെതിരിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ചെറിയ ഉള്ളിവട കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും ചായക്ക് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി നോക്കുന്നുണ്ടോ. നമ്മൾ ചായക്കടയിൽ നിന്ന് കിട്ടൂലേ ഉള്ളിവട, നല്ല വട്ടത്തിലുള്ള ഉള്ളിവട അല്ല അത് കേട്ടോ. ഇത് നമ്മൾ ഈ പൊക്കവട ഉണ്ടാക്കണ ചെറിയ ഇതായിട്ടുള്ള നമുക്ക് കുറച്ച് ഇതിലേക്ക് നമ്മുടെ കയ്യിൽ കറിവേപ്പിലൊക്കെ കുറച്ചുണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ 2 പച്ചമുളക് അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊക്കെ നന്നായി മുരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നമ്മളെ പിന്നെ ഉള്ളിവട കേട്ടോ.
അപ്പോൾ നമ്മൾ ഉള്ളിവട ഫസ്റ്റത്തെ ട്രിപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ക്രിസ്പിയോട് കൂടിയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതും പാൽ ചായ അല്ലെങ്കിൽ കട്ടൻ ചായ കൂടെയൊക്കെ നമുക്ക് തിന്നട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നലെ നോമ്പായിരുന്നു. അപ്പോൾ നോമ്പ് ഇറക്കുമ്പോൾ ഞാൻ 2-3 ഉള്ളി എടുത്തിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പും ഇങ്ങനെ കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ പിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് നമ്മൾ കനം കുറച്ചിട്ട് നമ്മൾ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് മൊരിഞ്ഞ് കിട്ടിക്കോളൂ കേട്ടോ. മൊരിയാനുള്ള താമസമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ആയിക്കോളൂ. അപ്പോൾ നമ്മൾ ഉള്ളിയുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇവിടെ ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയോട് കൂടിയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. നമ്മൾ പൊരിച്ച് വെച്ച കേട്ടോ, നല്ല ക്രിസ്പി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്തിട്ട് മാറ്റാം. ഇനി പച്ചമുളകും കറിവേപ്പിലയൊക്കെ അതിൽ കൂടെ ഇട്ട് പൊരിച്ചെടുക്കുമ്പോൾ നല്ലൊരു മണവും രുചിയും കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പും കുറേശ്ശെ ഉണ്ട്. അത് ഒരു ട്രിപ്പിങ്ങും കൂടി ഉണ്ട്. അതും കൂടി ഇട്ടിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിവടയൊക്കെ അത് പൊരിച്ച് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ മക്കളെ. നല്ല ക്രിസ്പിയോട് കൂടിയുള്ള ഉള്ളിവടയാണ്. മൊരിച്ചങ്ങോട്ട് കണ്ടാൽ മൊരിഞ്ഞിട്ട് കിട്ടും നമുക്ക് ഉള്ളിവട കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങളെല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയായിരുന്നു. പാൽച്ചായയും ഉള്ളിവട നിങ്ങളൊന്ന് കഴിച്ചിട്ടില്ലാത്തവരൊന്ന് കഴിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ആ പിന്നെ വേറെടുത്തിട്ട് മാവ് 2-4 മുട്ട ബജി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. മുട്ട അങ്ങനെ പുഴുങ്ങിയിട്ടിട്ട് അത് 4 ആക്കി പൊളിച്ചിട്ട് അത് മുട്ട ബജിയും ഇന്നലത്തെ